വിശുദ്ധ ബൈബിളിനെ കുറിച്ച് സമൂഹത്തിനുണ്ടാകുന്ന കാഴ്ചപ്പാട് ഇതര നിലവാരങ്ങളിലാണ്. നമ്മെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന് ലഭിക്കപ്പെട്ട, ആത്മീയ ജീവിതത്തിന് ലഭിക്കപ്പെട്ട ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ ഒരു ഗ്രന്ഥമായിട്ടാണ് നമ്മളതിനെ അംഗീകരിക്കുന്നത്. എന്നാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ലോകം ബൈബിളിനെ അത്തരത്തിലുള്ള ഒരവസ്ഥയിലല്ല വിലയിരുത്തിയിട്ടുള്ളത്, അതിനോട് സാമീപ്യം കാണിക്കാൻ താല്പര്യപ്പെടുന്നത്. അതൊരു മതഗ്രന്ഥമായി ചിത്രീകരിച്ചുകൊണ്ട് മതമെന്ന് പറയുന്ന രണ്ട് വാക്കിൽ ഒതുങ്ങുന്ന തരംതാണ അനുഭവത്തിലേക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ അടിച്ചമർത്തുന്നത് ഇന്നലകളിലും സമകാലിക ലോകത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുതയാണ്. സത്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കുവാൻ ഇതിനെ സമീപിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും കൃത്യവും വ്യക്തവും വൃത്തിയുമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുതയാണ് മതവിശ്വാസത്തിന് ഊന്നൽ കൊടുക്കുന്ന, മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ തട്ടുകളായി കാണാൻ ഇടയാക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടല്ല ഇത് നിലനിൽക്കുന്നത്. ഏതൊരു മനുഷ്യനും ഇതിനെ സമീപിക്കുവാനും സ്വായത്തമാക്കുവാനും കഴിയുന്ന വിധത്തിൽ സാർവത്രികമായിരിക്കുന്ന രക്ഷാപദ്ധതിയുടെ മനുഷ്യവിമോചനത്തിൻ്റെ പ്രകടന പത്രികയായും ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യന് ഏതെല്ലാം അവസ്ഥകളിൽ നിലവാരങ്ങൾ, യോഗ്യതകൾ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ധാർമ്മിക ആധ്യാത്മിക പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഈ ബൈബിളിനെ ഒരു പുരുഷായുസ് മുഴുവൻ ചുമക്കുകയും അതിൻ്റെ വക്താക്കളും പ്രചാരകരുമായി തീരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവവൃത്തന്മാർ എൻ്റെ മുമ്പിലും പിമ്പിലുമുണ്ട്. നിങ്ങളുടെ സുസ്ഥിരമായിരിക്കുന്ന സേവനത്തെ, സംഭാവനകളെ, ശുശ്രൂഷകളെ, നിങ്ങളുടെ സ്ഥാനമാനങ്ങളെ, അനുഭവങ്ങളെ, അറിവുകളെ, അഭിഷേകത്തെ ഞാൻ വളരെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ നിന്ന് തിരുവെഴുത്തിൽ നിങ്ങൾ കേട്ട് മറന്നു കിടക്കുന്ന ചില കാര്യങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി അതിൽ നിന്നും അരുളപ്പാടുകളായി എന്തെങ്കിലും ലഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എനിക്ക് അനുവദിക്കപ്പെട്ട സമയപരിധിയിൽ തിരുവചന ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ബൈബിളിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇതൊരു മതഗ്രന്ഥമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. പിന്നെ അത് എന്താണ് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നത് കൊണ്ട് അവിടെ മുതൽ നമുക്ക് ഇത് തുടർന്ന് എൻ്റെ സമയം അവസാനിപ്പിക്കും. 2 ആഴ്ചയോളമായി ഞാൻ നന്നായി ഉറങ്ങിയിട്ട്. എൻ്റെ നിപ്പും ഭാവവും എൻ്റെ മുഖവും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും. കഴിഞ്ഞ 2-3 ആഴ്ചയായി നിരന്തരമായിരിക്കുന്ന യാത്ര. ഭക്ഷണം ഇന്നത്തെ ദിവസം ഞാൻ കഴിഞ്ഞിട്ടില്ല. ആകെ കഴിച്ചത് 2-3 ഓറഞ്ചാണ്. അതിന് കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ശാരീരിക ക്ലേശം എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ എൻ്റെ അത്രയും ക്ഷീണവും ഭാരവും ദൂരവും ഒന്നും നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി പോയാലും വാച്ച് പൊക്കി കാണിക്കുകയോ കൂട്ടുവാവിടുകയോ അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങി വിളിക്കുകയോ ഒന്നും ചെയ്യരുത്. ഞാൻ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. അതിനിടയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വീണ് കിട്ടുന്നെങ്കിൽ അത് പുറക്കിയെടുക്കാനുള്ള തയ്യാറെടുപ്പോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം. ബൈബിൾ ഒരു മതഗ്രന്ഥമല്ലെങ്കിൽ പിന്നെ എന്താണ്? ബൈബിൾ മതഗ്രന്ഥമല്ലെങ്കിൽ അതിനർത്ഥം അതൊരു മാർഗത്തിൻ്റെ പുസ്തകമാണ്. ആ മാർഗമെന്ന് പറയുന്നത് മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എന്തിനെവിടെ ആയിരിക്കുന്നു, ഇനി അവനെവിടേക്ക് പോകും, ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയും മനുഷ്യൻ്റെ ആരംഭത്തെക്കുറിച്ചും അവസാനത്തെക്കുറിച്ചും രേഖപ്പെടുത്തുകയും ചെയ്യുന്നൊരു പുസ്തകമാകയാൽ ആ മാർഗമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യവസ്ഥകളെ കൃത്യമായി മനുഷ്യന് മുമ്പിൽ അവതരിപ്പിച്ചത് യേശുക്രിസ്തുവാകയാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് താൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നതാകൊണ്ട് യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ മനുഷ്യന് രക്ഷയില്ല എന്ന് താൻ തിരഞ്ഞെടുത്തതായിരിക്കുന്ന ശ്ലീഹന്മാരും പോയ കാലങ്ങളിൽ ക്രിസ്തു വിശ്വാസത്തിലേക്കും ക്രിസ്തു വെളിപ്പാടിലേക്ക് വന്ന കോടാനുകോടി വിശുദ്ധന്മാരുടെ അനുഭവങ്ങളെ സാക്ഷ്യമാക്കി ഞങ്ങൾ പറയുന്നു വിശുദ്ധ ബൈബിൾ ഒരു മാർഗത്തിൻ്റെ പുസ്തകമാണ്. മനുഷ്യൻ്റെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ഓർപ്പിക്കുന്ന, അതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന മാർഗരേഖ തരുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. രണ്ടാമത് ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ചരിത്ര ഗ്രന്ഥമാണ്. ഞങ്ങളൊക്കെ ഈ വേദികളിൽ നിന്ന് പ്രസംഗിക്കുന്നതിനെ കഴിഞ്ഞുപരി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തയ്യാറാക്കപ്പെട്ട വേദികളിൽ നിന്ന് പ്രസംഗിക്കുന്നതിനെ കഴിഞ്ഞുപരി കവലകളിൽ നിന്നുകൊണ്ട് ബൈബിളിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവരാണ്.
അപ്പോൾ ഇതര ജാതികളിലും മതങ്ങളിലുമുള്ളതായിരിക്കുന്ന ആളുകൾ ഞങ്ങളെ സമീപിച്ചിട്ട് പല ചോദ്യങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ ഉന്നയിക്കാറുണ്ട്. അതിൽ ഒരു പ്രസിദ്ധമായിരിക്കുന്ന ചോദ്യമാണ്, എടോ, ഈ ബൈബിൾ ഒരു ചരിത്ര ഗ്രന്ഥമാണെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ ഈ ബൈബിളിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് മറ്റൊരു പുസ്തകത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിശേഷിച്ച് യേശുക്രിസ്തുവിനെക്കുറിച്ച്. യേശുക്രിസ്തുവിനെക്കുറിച്ച് ബൈബിളിലല്ലാതെ മറ്റൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ശ്രീബുദ്ധനെക്കുറിച്ചോ ചാർവകനെക്കുറിച്ചോ ജോസഫ് സ്റ്റാലിനെക്കുറിച്ചോ മുസോളിനിയെക്കുറിച്ചോ മഹാത്മാഗാന്ധിജിയെക്കുറിച്ചോ അങ്ങനെ തുടങ്ങുന്ന ചരിത്ര പ്രാധാന്യതയുള്ള ഇതിഹാസ സാരങ്ങളുടെ ചരിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ള അനവധി പുസ്തകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ലഭിക്കപ്പെടും. പക്ഷെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള, ക്രിസ്തു ചരിത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ ബൈബിളിലല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല. പക്ഷെ അവരറിയാതെ പോയൊരു വസ്തുതയുണ്ട്. ബൈബിൾ ചരിത്രങ്ങളുടെ ചരിത്ര പുസ്തകമാണ്. എല്ലാ ചരിത്രങ്ങളും കൃത്യമായി അടിവരയിട്ട് അക്കമിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, സ്വർഗത്തിൻ്റെ ആരംഭം, മനുഷ്യരാശിയുടെ ആരംഭം, രാഷ്ട്ര സംവിധാനം, കല, സാഹിത്യം, സാമ്പത്തികം, സാമ്രാജ്യങ്ങൾ, രാജാക്കന്മാർ, അവതാരങ്ങൾ, നവോത്ഥാന നായകന്മാർ, ഇതിഹാസങ്ങൾ, യുദ്ധവീരന്മാർ, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വിഷയങ്ങളെ കൃത്യമായി ഈ 66 പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ച് ലോക ചരിത്ര പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾ മറന്നുപോയതോ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം. റോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഈ ലോകത്തിൽ നിലനിന്നൊരു സാമ്രാജ്യമാണ്. ഗ്രീസ് സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഈ ലോകത്തിൽ നിലനിന്നതാണ്. ബാബിലോൺ സാമ്രാജ്യം ഈ ലോകത്തിൽ നിലനിന്നൊരു സാമ്രാജ്യമാണ്. ഈ സാമ്രാജ്യങ്ങളുടെ എല്ലാം ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ധാരാളം പുസ്തകങ്ങൾ ഈ നാട്ടിലുണ്ട്. ഇവിടുത്തെ ഗ്രന്ഥശാലകളിലുണ്ട്, സർവകലാശാലകളിലുണ്ട്, സ്കൂളിലും കോളേജിലും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നൊരു വസ്തുതയാണ്. ആ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായിരിക്കുന്ന ജൂലിയസ് സീസർ, അഗസ്റ്റസ് സീസർ, അതുപോലെ തന്നെ യഹൂദ മതമണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മതമേഖലകളുടെ ഭരണത്തിലേക്ക് വന്ന ഹെരോദ രാജാവ്, പീലാത്തോസ്, കുറിന്യോസ്, ലൂസിയാസ്, അങ്ങനെ തുടങ്ങുന്ന കിടയറ്റ രാഷ്ട്രതന്ത്രജ്ഞന്മാരെ കുറിച്ച്, രണവീരന്മാരെ കുറിച്ച് ഈ പുസ്തകത്തിലെ, ലോകത്തിലെ ചരിത്ര പുസ്തകത്തിൽ, രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ചരിത്രം രേഖപ്പെടുത്തിയതൊക്കെ അന്നത്തെ ചരിത്രകാരന്മാരിൽ പ്രസിദ്ധനായിരിക്കുന്ന ജോസീഫസും ടാസിറ്റസും പോലുള്ളതായിരിക്കുന്ന യഹൂദ ചരിത്രകാരന്മാരാണ്. അവരുടെ കാലഘട്ടത്തിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അവർ കണ്ടതും കേട്ടതും അറിഞ്ഞതും ഒക്കെ ആയിരിക്കുന്ന കാര്യമാണ് അക്ഷരങ്ങളിൽ കൂടെ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിലേക്ക് ഇല്ലാത്തൊരു കഥാപാത്രത്തെ കുത്തിത്തിരകത്തക്ക നിലകളിൽ വെളിവകെട്ട ആളുകളല്ലായിരുന്നു ഈ പറയുന്ന ചരിത്രകാരന്മാരായിരിക്കും ജോസീഫസും ടാസിറ്റസും ഒക്കെ. ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ, അലക്സാണ്ടറിൻ്റെ, മക്കാബിയരുടെ, മറ്റ് മതമേഖലകളൊക്കെ ചരിത്രങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നസറേത്തുകാരനായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്ന 33.5 വർഷം മാത്രം ഈ ഭൂതലത്തിൽ ജീവിച്ച് പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ട് ഈ പാലസ്തീൻ്റെ എല്ലാ മണ്ണുകളിലെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ആവിഷ്കാരങ്ങൾ പ്രസംഗത്തിൽ കൂടെ അവതരിപ്പിച്ച് അതിന് ശരിയായിരിക്കുന്ന തെളിവുകൾ തൻ്റെ പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുത്തി രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച്, അശനർക്കും ആത്മഹീനർക്കും അനാഥകർക്കും ഒരാശ്രയ കേന്ദ്രമായി, ചരിത്രത്തിന് നെടുന്തൂണായി, ചരിത്രത്തിൻ്റെ അച്ചുതണ്ടായി ഇന്ന് നിന്ന് കറങ്ങുന്ന ആ ആശാരി ചെറുക്കനായിരിക്കുന്ന യേശു ക്രിസ്തു ഒരു മിത്താണെങ്കിൽ എങ്ങനെ റോമൻ സാമ്രാജ്യ ചരിത്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് വരാൻ ഇടയാകുന്നു? അത് ചരിത്രകാരന്മാർക്ക് പറ്റിയ തെറ്റല്ല. അങ്ങനെ തെറ്റുപറ്റുന്ന ചരിത്രകാരന്മാരല്ല അവർ. ഇന്ത്യയിലെ ചരിത്രകാരന്മാർക്ക് തെറ്റുപറ്റും. അതിലൊരു തെളിവാണ് നമ്മുടെ രാജ്യത്തിൽ നടപ്പായിരുന്നതായിരിക്കുന്ന സതിയാചാരവും ബാലവിവാഹവും ഒക്കെ നിർത്തലാക്കി ഇത് രാജാറാം മോഹൻ റോയ് ആണെന്നുള്ള അവകാശമാണ്. എന്നാൽ ചരിത്രത്തിൽ കൂടെ നടത്തുന്ന നയനപ്രദക്ഷിണത്തിൽ കൂടെ, ഒരു പഠനത്തിൽ കൂടെ ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുതയുണ്ട്. രാജാറാം മോഹൻ റോയ് അല്ല ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായിട്ട് നിലനിൽക്കുന്നത്. അദ്ദേഹമല്ല അത്തരത്തിലുള്ള നവോത്ഥാനത്തിന് തിരികൊളുത്തിയത്. പക്ഷെ ചരിത്രം എഴുതിയവർ അതിൻ്റെ മറ്റു ചില വശങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, അതിന് ചില ലാഭത്തിൻ്റെ വശങ്ങളെ മുൻനിർത്തിക്കൊണ്ട്
അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർക്കപ്പെടുമ്പോൾ സതിയാചാരം പോലെയുള്ള, ബാലവിവാഹം പോലെയുള്ള ദുരാചാരങ്ങൾക്കെതിരെ ശക്തമായി നിലപാടെടുത്തത് ഈ വിശുദ്ധ ബൈബിളിന്റെ പ്രചാരകനായി ഇംഗ്ലണ്ടിൽ നിന്നും കപ്പലിറങ്ങിയ നമ്മുടെ രാജ്യത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിക്ക് അടിത്തറയിൽ തക്ഷശില കഴിഞ്ഞാൽ അടിക്കല്ലിട്ട സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ബംഗാൾ ഭാഷയിൽ നിരവധി വ്യാകരണ പുസ്തകങ്ങളും നിരവധി നിഘണ്ടുകളുമൊക്കെ രചിച്ച, ചരിത്രത്തിൽ ഇന്നും വിശ്രമിക്കുന്ന വില്യം കേറി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേര് ചേർക്കാതെ രാജാറാം മോഹൻ റോയുടെ പേര് ചേർത്തതിന് പിന്നിലെ കാരണം അറിയണമെങ്കിൽ നിങ്ങൾ ഗ്രന്ഥശാലകൾ പരിശോധിക്കണം. നിങ്ങൾ അത്തരത്തിലുള്ള ചരിത്രത്തിന്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ സമയം കണ്ടെത്തണം. അപ്പോൾ ഇന്ത്യയിലെ ചരിത്രകാരന്മാരെ പോലെയല്ല ആ പുരാതന ലോകത്തിൽ ജീവിച്ചിരുന്നതായിരിക്കും ജോസിഫസും ടാസിറ്റസും തുടങ്ങിയ നിരവധി ആളുകൾ. അവരെല്ലാം റോമൻ സാമ്രാജ്യത്തിന്റെ ചരിത്രം എഴുതി വരുമ്പോൾ ആ സാമ്രാജ്യ സൂര്യനെ കഴിഞ്ഞ് ഉപരിയായി ഉദിച്ചു നിൽക്കുന്ന, കാലത്തിന്റെ കതിരവനായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പേരെഴുതി ചേർത്തുവെങ്കിൽ അതിനർത്ഥം യേശു ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് സത്യമായതുകൊണ്ടാണ്. ജനിച്ചുവെങ്കിൽ അവൻ പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമാണ്. പ്രവർത്തിച്ചുവെങ്കിൽ അവനെ കൊന്നുവെന്നുള്ളതൊരു സത്യമാണ്. കൊന്നുവെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റതെന്നൊരു സത്യമാണ്. ഉയർത്തെഴുന്നേപ്പ് ഒരു സത്യമാണെങ്കിൽ അവൻ വീണ്ടും വരുമെന്ന് പറയുന്ന ഒരു സത്യമാണ്. അതാണ് ഞങ്ങളുടെ സുവിശേഷം. അതാണ് സുവിശേഷത്തിന്റെ ആധികാരികമായിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇല്ലാ കഥ വിളംബരം ചെയ്യുന്ന, വിളിച്ചു പറയുന്ന, വെളിവ് കെട്ടതായിരിക്കുന്ന കാൽക്കഴഞ്ച് ബുദ്ധിയില്ലാത്ത ആളുകളല്ല. ചരിത്രത്തിന്റെ അകമ്പടിയിൽ നിന്നുകൊണ്ട് അറിവിന്റെ വെളിച്ചത്തിൽ അതോടൊപ്പം എന്റെ സഹോദരൻ ബെന്നി ബ്രദർ ഓർപ്പിച്ചതുപോലെ ജീവിതത്തിലുണ്ടായ വ്യക്തിപരമായ അനുഭവത്തെ ചാലിച്ചുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പറയുന്നു, മറ്റൊരുത്തന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ യേശുവല്ലാതെ മറ്റൊരു നാമമില്ല. നമ്മുടെ കരമൊന്ന് അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ബെന്നി ബ്രദർ ഓരോ പാട്ട് പാടിയിട്ട് കരമൊന്ന് ഉയർത്തി കല്ലേലിയ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് ആരുടെയും ശബ്ദം കേട്ടില്ല. ഞാനിവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ സോഫയിലിരുന്നു. ഞാൻ ആരുടെ ശബ്ദം കേട്ടില്ല. അത് അദ്ദേഹം പറഞ്ഞ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, പറയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. അതോ വാഴൂർ സെക്ഷൻ്റെ അവസ്ഥ എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിലും മോശമാണത്. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വന്നത്. അതുകൊണ്ട് കരമൊന്ന് ഉയർത്തി പിടിച്ച് അല്പസമയം നമുക്ക് വേണ്ടി ഉലകത്തിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യാവതാരമെടുത്ത് നമ്മെ രക്ഷിപ്പാൻ ആമേ സ്തോത്ര ബലിമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത, പിശാചിന്റെ കോട്ടകളെ തകർത്ത് മരണത്തിന്റെ പാശങ്ങളെ അറുത്ത് നമ്മുടെ പാപത്തിന്റെ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് നമ്മുടെ കർത്താവിനെ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ അല്പസമയം ആരാധിക്കാം. ഈ ദേശത്ത് യേശുവിന്റെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ. ഈ ദേശത്ത് യേശുവിന്റെ സ്നേഹത്തിന്റെ വ്യാപാരം ഉണ്ടാകട്ടെ. ഈ ദേശത്തെ അടക്കി വാഴുന്ന അന്ധകാര പിശാചുക്കൾ ഇന്ന് രാത്രി അതിന്റെ കോട്ടകൾ ഇടിഞ്ഞു മാറിയിട്ട് അതിന്റെ ഉള്ളിൽ കിടക്കുന്നതായ ചില ആളുകൾ വിമോചനത്തിന്റെ പുതുപുത്തൻ പുലരിയിലേക്ക് കാലെടുത്ത് വെക്കാൻ എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഭക്തന്മാരുടെ കണ്ടനാളുകളിൽ നിന്നും ഉയരുന്നതായിരിക്കുന്ന ആരാധന ഈ ദേശത്തിനൊരു വിടുതലാകട്ടെ. ചില രോഗികൾ സൗഖ്യമാകട്ടെ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? കരമടിച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിക്കാം. അല്പസമയം ചേർന്ന് മഹത്വപ്പെടുത്താം. ആരും മിണ്ടാതിരിക്കണ്ട. ഇന്ന് രാത്രി ആരാധന ഉയരുമ്പോൾ ശത്രുപാളയത്തിൽ പരക്കം പാച്ചൽ ഉണ്ടാകുകയാണ്. രോഗികൾ സൗഖ്യമാകുകയാണ്. കൃപകൾ വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിന്റെ വിജയത്തിന്റെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ വെന്നിക്കൊടി ഇന്ന് രാത്രി ഉയരപ്പറക്കുകയാണ്. നമ്മുടെ ഫെലോഷിപ്പിന്റെ പ്രവർത്തനം സുഹൃതത്തിലേക്ക് വരികയാണ്. ചേർന്ന് അല്പസമയം ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ എല്ലാ ക്ഷീണവും മാറട്ടെ, എല്ലാ ഭാരവും മാറട്ടെ. ആമേൻ. അപ്പോൾ ബൈബിൾ ഒരു ചരിത്ര ഗ്രന്ഥമാണ്. എന്നാൽ ഞാൻ അവിടെ മാത്രം നിൽക്കാൻ താല്പര്യപ്പെടുന്ന, ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. ഇന്നലകളിൽ മനുഷ്യരാശിക്കിടയിൽ സംഭവിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടന്നിട്ടുള്ളത്. സംശയമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംശയത്തിൻ്റെ നിവാരണം വരുത്താൻ ഞാൻ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് സമൂഹത്തിൽ രാഷ്ട്രീയ മത സാമൂഹിക വ്യവസ്ഥകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളും വിശുദ്ധ ബൈബിളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള എഴുതി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇന്നലകളിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ നാളെയും ബൈബിൾ പറഞ്ഞ പ്രവചനം തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇതിന്നെല്ലാം എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന രണ്ട് ബൈബിളിൻ്റെ ആഭിമുഖ്യം, ആധികാരികത അതിതാണ്. ഒന്ന്, ബൈബിൾ ഒരു നിയമ പുസ്തകമാണ്. രണ്ട്, ബൈബിൾ മനുഷ്യ വിമോചനത്തിൻ്റെ പ്രകടന പത്രികയാണ്. ബൈബിൾ ഒരു നിയമ പുസ്തകമാണെന്ന് പറയാൻ ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല, എൻ്റെ തിരക്കഥയല്ല, എൻ്റെ ഭാവന സൃഷ്ടിയല്ല.
ബൈബിൾ ഒരു നിയമപുസ്തകമാണെന്ന് പറയുന്നത് ബൈബിൾ തന്നെയാണ്. ബൈബിൾ എടുത്ത് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും, 66 പുസ്തകങ്ങളുള്ള 1189 അധ്യായങ്ങളുള്ള ഈ തടിച്ച കറുത്ത ബൈൻഡിട്ടുള്ള ഈ പുസ്തകം, അതിനെ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നുമാണ് വിഭാഗിച്ച് അതിനെ ക്രോഡീകരിച്ച് ചേർത്ത് വെച്ചിട്ടുള്ളത്. പഴയ നിയമം എന്ന് പറയുന്നത് ആകെ 39 പുസ്തകം, പുതിയ നിയമം എന്ന് പറയുന്നത് ബാക്കി 27 പുസ്തകം. 27 39 ചേരുമ്പോൾ 66 പുസ്തകം. ഈ പുസ്തകത്തെ കൂടാതെ മറ്റ് ചില പുസ്തകങ്ങൾ ഉള്ളതായിരിക്കുന്ന ബൈബിളും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന വിശദീകരണം എന്തായാലും ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നില്ല, സമയം അനുവദിക്കുന്നില്ല. അതങ്ങനെ അംഗീകരിക്കാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിന് സഭാപിതാക്കന്മാരും അതിനോട് താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ്. അത് ഏതാണെന്ന് ചിലർക്ക് ചോദ്യമുണ്ടായാൽ, സംശയമുണ്ടായാൽ അതിൻ്റെ ഒരു പേര് പറഞ്ഞേക്കാം: മക്കാബിയ ചരിത്രങ്ങൾ, യൂതിത്ത് പോലുള്ളതായിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള അപ്പോക്രിഫ ഗ്രന്ഥങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ 1189 അധ്യായങ്ങളുള്ള ഈ പുസ്തകം പഴയ നിയമം പുതിയ നിയമമായിട്ട് വിഭാഗിച്ച് മാറ്റി നിർത്താനുള്ള കാരണം എന്താണ്? അതിൻ്റെ കാര്യമെന്താണ്? അത് മറ്റൊന്നുമല്ല. പഴയ നിയമം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജനതയുമായിട്ട് ഏകസത്യ നിത്യ ദൈവമായ യഹോവയായ കർത്താവ് ഇടപെടുന്ന ഇടപാടുകളുടെ ചരിത്രമാണ്. ആ സമൂഹം എന്ന് പറയുന്നത് ഈ സമകാലിക അല്ലെങ്കിൽ വർത്തമാനകാല രാഷ്ട്രീയ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും രാജ്യങ്ങളും ജനങ്ങളും ഉറ്റുനോക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന കേരളത്തിന് അത്രയും പോലും വലിപ്പമില്ലാത്ത ഒരു ചെറിയ ഭൂപ്രദേശത്തിൽ താമസിക്കുന്ന യഹൂദന്മാരെന്ന് പറയുന്ന ഒരു പറ്റ സമൂഹമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപാടുകളാണ്. എങ്ങനെയാണ് ദൈവം അവരുമായിട്ടുള്ള ഇടപാടുണ്ടായത്? അതിന് കാരണം അവരുടെ തലതൊട്ടപ്പനായി ഗോത്രപിതാവായിരിക്കുന്ന അബ്രഹാം എന്ന് പറയുന്ന പിതാവിൽ നിന്നും ആരംഭിക്കുന്ന ഒരു ചരിത്രമാണ്. ആ ചരിത്രം വന്ന് അവസാനിക്കുന്നത് മോശ എന്ന് പറയുന്ന ആ സമൂഹത്തിൻ്റെ രാഷ്ട്രപിതാവായി നിലകൊള്ളുന്ന ആ അനുഗ്രഹീതനായ രാഷ്ട്രതന്ത്രജ്ഞനിലാണ്. ആ മനുഷ്യന് സീനായുടെ മലമുകളിൽ വെച്ച് ലഭിക്കപ്പെട്ട ദൈവത്തിൻ്റെ വെളിപ്പാടും ദൈവത്തിൻ്റെ കരാങ്കുലികൾ കൊണ്ട് രചിക്കപ്പെട്ട 10 കൽപ്പന എന്ന് അതിനെ ഉള്ളടക്കം ചെയ്ത് 613 കൽപ്പനകളായി നെടുനീളെ നിൽക്കുന്ന ഒരു പ്രമാണരേഖയാണ് സത്യത്തിൽ ന്യായപ്രമാണം, അല്ലെങ്കിൽ തോറ, അല്ലെങ്കിൽ പഴയ നിയമം എന്ന് പറയുന്നത്. ആ പഴയ നിയമം ആ സമൂഹത്തെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഒതുക്കി നിർത്തുകയാണ്. ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം, ജാതികൾ കൂട്ടത്തിൽ അവരെ എണ്ണപ്പെടുന്നില്ല. ഭക്ഷണം കൊണ്ടും ഭാഷകൾ കൊണ്ടും അവരുടെ വസ്ത്രധാരണങ്ങൾ കൊണ്ടും സാംസ്കാരിക സാഹിത്യ ബോധങ്ങൾ കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഒന്നും അവർ മറ്റ് മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവും നിലനിർത്താതെ അവർ നല്ല വിഭിന്നമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. അവിടെയാണ് കേരളത്തിലെ ഏക സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചില കാലഘട്ടങ്ങൾ മുമ്പ് വരെ യഹൂദന്മാർ താമസിച്ചിരുന്നു. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. യഹൂദ ശ്മശാനങ്ങൾ അവിടെയുണ്ട്, അവരുടെ ബിസിനസ് ശൃംഖലകൾ അവിടെയുണ്ട്. അപ്പോൾ ആ വിധത്തിലും എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു, ചിരിക്കുന്നു, ഇടപെടുന്നു ഒക്കെ ചെയ്യുന്നെങ്കിൽ, വ്യാപാരത്തിലൊക്കെ ഏർപ്പെടുന്നെങ്കിലും അവരൊരു പ്രത്യേക പരിധികൾക്കുള്ളിൽ അതിർവരമ്പുകൾ വെച്ചാണ് സമൂഹത്തിനിടയിൽ അന്നും ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമൂഹം അങ്ങനെയാകാൻ കാരണം അവർക്ക് കിട്ടിയ പ്രമാണമാണ്. ആ പ്രമാണത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന അടിത്തറ എന്ന് പറയുന്നത് ദൈവം ഒരു യജമാനനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിശക്തിയേറിയ ഭയങ്കരനായിരിക്കുന്ന ദൈവം, അടുത്തുകൂടാത്തതായ നിലകളിൽ അകന്നു നിൽക്കുന്നതായിരിക്കുന്ന ഒരു ദൈവം, അടിമ ഉടമ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ബൂർഷാധിപത്യം, ഒരു തരം ഫാസിസ്റ്റ് വ്യവസ്ഥ, ഒരു തരം ഏകാധിപത്യം, അപ്പനും മകനും തമ്മിലുള്ള ബന്ധം പോലെയുള്ളതായി ഊഷ്മളമായ ഒരു ഹൃദയബന്ധമൊന്നുമല്ല ആ പഴയ നിയമം മുമ്പോട്ട് വെച്ചത്. പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന് യാഗം നടത്തണം. യാഗത്തിന് വേണ്ടിയിട്ട് വിവിധ വശങ്ങളുണ്ട്. അതിൽ രക്തമൊഴുക്കപ്പെടണമെന്നുള്ളതൊരു പരമാർത്ഥമാക്കപ്പെട്ട കാര്യം. രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ലെന്ന് ആ പ്രമാണം നമ്മളെ ആ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് 1000 കാളക്കൂറ്റന്മാരുടെയും ആട്ടുകൊറ്റന്മാരുടെയും ഒക്കെ ഗളങ്ങൾ ഛേദിക്കപ്പെട്ട് ഒഴുകിയിറങ്ങുന്ന രക്തം പുഴ പോലെ ഒഴുകിപ്പടർന്നിട്ടും മനുഷ്യന് ദൈവത്തോടൊന്ന് അടുത്ത് വരാനായിട്ട് കഴിയാതിരുന്നപ്പോൾ യാഗം ചെയ്യുക, പാപം ചെയ്യുക, പാപം ചെയ്യുക, വീണ്ടും യാഗം ചെയ്യുക, ഇതൊരു ബിസിനസ്സായി മാറി. ആ ബിസിനസ് ആരാധനാലയത്തിൻ്റെ ഉള്ളറകളിലേക്ക് വന്നു. ആരാധനാലയങ്ങൾ വാണിജ്യവൽക്കരിക്കപ്പെട്ടു, പ്രസ്ഥാനവൽക്കരിക്കപ്പെട്ടു, രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. അവിടെ അധമന്മാർ നിറഞ്ഞാടി തുടങ്ങി. ദൈവം പുറത്തായി. ഇത് കണ്ട് മടുത്ത ദൈവം ഈ പദ്ധതിയെ ക്യാൻസൽ ചെയ്തു. ഇനി പഴയ നിയമം എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന നമുക്ക് വേണ്ട, ആ നിയമം നമുക്ക് വേണ്ട. അങ്ങനെ ദൈവം തീരുമാനമെടുത്തിട്ട് ഒരു 400 വർഷത്തേക്ക് മിണ്ടാതിരുന്നു. ആ 400 വർഷം കൊണ്ട് യഹൂദ ജനത്തിനിടയിലേക്ക് നിരവധി തീവ്രവാദികൾ രംഗപ്രവേശനം ചെയ്തു. പരീശന്മാരടക്കമുള്ള സാധൂക്യരടക്കമുള്ളതായിരിക്കുന്ന മത തീവ്രവാദികൾ ജന്മം കൊണ്ടിട്ട് ഒരു വല്ലാത്ത ദേശീയ വിപ്ലവത്തിൻ്റെ, അരാജകത്വത്തിൻ്റെ, അഴിഞ്ഞാട്ടത്തിൻ്റെ, അതിക്രമത്തിൻ്റെ, അട്ടഹാസത്തിൻ്റെ, ആയുധങ്ങളുടെ, സ്വീൽക്കാരങ്ങളുടെ,
അവഗണിക്കപ്പെട്ടവരുടെ, അശനരുടെ, ആരംഭഹീനരുടെയൊക്കെ എണ്ണങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. 400 വർഷം കഴിഞ്ഞപ്പോൾ ചരിത്രത്തിന്റെ നടുമുറ്റത്തേക്ക് ഒരു മനുഷ്യൻ വന്ന് പിറക്കുകയാണ്. അത് വേറെ ആരുമില്ല, ഈ പ്രമാണത്തിന്റെ ആധ്യാത്മിക മേഖലകളിൽ നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ ശുശ്രൂഷകളും ആചാരങ്ങളും ചെയ്യുവാൻ വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട 12 ഗോത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഗോത്രമായ ലേവി ഗോത്രം, പൗരോഹിത്യ ഗോത്രം, വൈദിക ശ്രേഷ്ഠ കുടുംബ പാരമ്പര്യമുള്ളവർ. ആ കുലത്തിൽപ്പെട്ടതായ സഖറിയാവ് എന്ന് പറയുന്ന ഒരു പുരോഹിതനും അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുന്ന ആ എലിസബത്ത് എന്ന് പറഞ്ഞ സ്ത്രീക്കും അവരുടെ വാർദ്ധക്യത്തിൽ ഒരു മകൻ പിറന്നു. പിറവിയിൽ അവർ പ്രതീക്ഷിച്ചത് അടുത്ത പട്ടത്തം കൈയേൽക്കേണ്ടവനാണ്. ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകണമെന്ന് പറഞ്ഞുകൊണ്ട് മതവിയിൽ കടന്ന് ദൈവത്തിനും മനുഷ്യർക്കിടയിൽ മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു പുരോഹിതനായി തീരേണ്ടവൻ, കാലിൽ ചെരിപ്പിടാതെ, താടി വടിക്കാതെ, മുടി വെട്ടാതെ, കയ്യിൽ ഒരു വടി പിടിച്ച്, ഒട്ടകത്തോല് കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച്, പരിപരുത്ത ശബ്ദമായി ഈ താപസൻ ശക്തമായിരിക്കുന്ന നിലപാടുകളുടെ വിശദീകരണങ്ങൾ നടത്തി സമകാലികരായ ഒരുപറ്റം ചെറുപ്പക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് യഹൂദ മരുഭൂമിയിലെ വനാന്തരങ്ങളിൽ കല്ലിടുക്കളിൽ തപസ്സനുഷ്ഠിച്ച് അവിടെ നിന്നും ആർജിച്ചെടുത്ത ദൈവിക അരുളപ്പാടിന്റെ ആ മുദ്രാവാക്യങ്ങളുമായി, വിളംബരങ്ങളുമായി യഹൂദയുടെ എല്ലാ ജില്ലകളിൽ കൂടെ ഇങ്ങനെ അങ്ങ് തലങ്ങും വിലങ്ങും നടക്കുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പരസ്യയോഗ പ്രസംഗകനായി തീർന്നു. പൗരോഹിത്യ ബന്ധം വെച്ച് നോക്കിയാൽ, ആ പാരമ്പര്യം വെച്ച് നോക്കിയാൽ, പൗരോഹിത്യ ശ്രേഷ്ഠതയുടെ എല്ലാ മഹത്തായിരിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ഒരു വലിയ മനുഷ്യനായി ജീവിക്കേണ്ട ആ വ്യക്തി എളിമത്തം സ്വീകരിച്ചു. എന്നിട്ട് വന്ന് പൊതുജനത്തോട് വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. ഇപ്പോൾ തന്നെ സകല വൃക്ഷത്തിന്റെ ചുവട്ടിൽ ദൈവം ന്യായവിധിയുടെ കോടാലി വെച്ചിരിക്കുന്നു. ഇതുവരെയും കേൾക്കാത്ത ആ സന്ദേശം കേട്ടപ്പോൾ ഉള്ളുകിടുങ്ങി തുടങ്ങി. സാമ്രാജ്യത്വ വ്യവസ്ഥകളുടെ അടിത്തറയ്ക്ക് കാരണക്കാരായി തീർന്നതായിരിക്കുന്ന അധിപന്മാരുടെ രണകിങ്കരന്മാരായ ചേവകർ പോലും വന്നു ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം യജമാനനെ? വാളേന്താൻ കരുത്തുള്ളവർ, കൈക്കരുത്തും മനക്കരുത്തും മസിൽ പവറും മാൻ പവറും മണിപ്പവറൊക്കെ ഉള്ളതായിരിക്കുന്ന ആ വ്യക്തികൾ പോലും ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് മുമ്പിൽ പേടിച്ചുപോയി. അത്രയ്ക്ക് ആധികാരികതയാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ. ഞങ്ങൾ എന്ത് ചെയ്യണം? ഉള്ളത് മതി എന്ന് വെക്കണം. യഹൂദന്മാർ വന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ നിങ്ങൾ അറിയണം, ദൈവത്തെ മറന്ന് ജീവിക്കരുത്. മാനസാന്തരം എന്ന് പറയുന്ന മഹത്തായിരിക്കുന്ന ഒരു ആശയം അദ്ദേഹം ആ ദേശത്ത് വിളംബരം ചെയ്തപ്പോൾ ഒരു പുതിയ ലോകത്തിന് തുടക്കം കുറിച്ചു. ആളുകളെല്ലാം പുതിയതായി ചിന്തിച്ചു തുടങ്ങി. ആ ചിന്തകൾ ആ സമൂഹത്തിനൊരു നവോത്ഥാനത്തിന്, നവീകരണത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ വന്ന് പഠിച്ചു നോക്കിയാൽ ലോകത്തിലെ ആദ്യത്തെ ഒരു നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ബൈബിളിന്റെ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വട്ടിവരയിട്ട് പറയും, അത് യോഹന്നാൻ സ്നാപകനാണ്, അത് യോഹന്നാൻ സ്നാപകനാണ്. അതിനെക്കുറിച്ച് യേശു പറഞ്ഞത് യോഹന്നാൻ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു എന്നാണ്. വിളക്ക്, വിളക്ക്, ഇരുട്ടിൽ പ്രകാശിക്കുന്ന വിളക്ക്, അന്ധതമസ് ബാധിച്ചു കിടക്കുന്ന ഇടങ്ങളിൽ പ്രകാശിക്കുന്ന വിളക്ക്. അയാൾ എങ്ങനെയാണ് ഒരു വിളക്കായി തീർന്നത്? ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനായി. ഇന്ന് രാത്രി വാഴൂർ സെക്ഷനിലെ എൻ്റെ സഹപഠന്മാരോട് പരിശുദ്ധാത്മാവിനോട് ദൂത് പറയാം, നിനക്ക് പകർന്നിരിക്കുന്ന എണ്ണയും നിന്റെ മേലുള്ളതായിരിക്കുന്ന ആ തിരിയും നിന്റെ മേൽ പകർന്നിരിക്കുന്ന ശോഭയും അണഞ്ഞു പോകാതെ നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിച്ചു കൊണ്ടേയിരിക്കണം. പ്രസിഡന്റ് നിനക്ക് വിളിച്ച് അവസരം തന്നെന്ന് വരില്ല, സെക്രട്ടറി നിനക്ക് അവസരം തന്നെന്ന് വരില്ല, കൗൺസിൽ നിനക്ക് ഒരു സ്റ്റേജ് തന്നെന്ന് വരില്ല. പണം മുടക്കി പായലിരുന്ന് പ്രാർത്ഥിച്ച് വേദി ഒരുക്കി വിളിച്ച ദൈവത്തിന്റെ വിളംബരകനായി ദൈവരാജ്യത്തിന് വേണ്ടി നിലനിന്നാൽ വരാൻ പോകുന്ന അടിസ്ഥാനമുള്ള ഇളകാത്ത രാജ്യത്തിൽ പ്രവേശിക്കാൻ ദൈവം നിനക്ക് കൃപ തരും, കൃപ തരും. അതിന് കാരണം ഒരേ ഒരു ജീവിതം, അത് യേശുവിന് മാത്രമായിരിക്കണം, അത് യേശുവിന് മാത്രമായിരിക്കണം. അതുകൊണ്ട് സെക്ഷൻ CM പ്രവർത്തകരോട് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, നിങ്ങളുടെ പ്രവർത്തനം ഇരുട്ടി പിടിച്ചെടുത്ത് ഒരു വിളക്കായി പരിണമിക്കപ്പെടും. നാളുകളിൽ ഇന്ന് നടത്തിയ പരസ്യോഗത്തിന്റെ റിസൾട്ട് നിങ്ങളുടെ കണ്ണിൻ മുമ്പിൽ സഭയ്ക്കുള്ളിൽ, കുടുംബത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് അല്പസമയം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറ. അമ്മേ, പ്രസംഗിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല, വിശ്വാസികളോട് പറയാ, പ്രസംഗിക്കാൻ അറിയത്തില്ല, അതൊരു 2 വാക്ക് പറയാൻ അറിയത്തില്ല, മൈക്ക് പിടിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ചില്ലേ, നീയും ഒരു വിളക്കാണ്. കരമുയർത്തി സ്തോത്രം പറ. പ്രാർത്ഥിച്ചുമില്ല, പ്രസംഗിച്ചുമില്ല, ഇതിനകത്ത് വന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല, പക്ഷേ ട്രാക്ക് അടിക്കാൻ കാശ് കൊടുത്തു, ഭക്ഷണം കഴിക്കാൻ കാശ് കൊടുത്തു. നീയും ഒരു വിളക്കാണ്. എല്ലാറ്റിലും നീയും ഞാനും പങ്കാളികളായി തീരുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി യോഹന്നാനെ നോക്കി യേശു പറഞ്ഞതുപോലെ എൻ്റെ മുമ്പിലുള്ള വിശ്വാസ സമൂഹങ്ങളുടെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിളക്കാണ്. അന്ധകാര ഭൂമിയിൽ ആഞ്ഞു കത്തേണ്ട ഒരു വിളക്ക് ഇന്ന് രാത്രി എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. 2025 ഈ വാഴൂർ സെക്ഷനിലുള്ള ഈ വേദിയിൽ വന്നിട്ടുള്ള ചില ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയുടെ വഴിത്തിരിവിന്റെ വർഷമാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? സ്തോത്രം പറ, സ്തോത്രം പറ.
ഇത് സഭായോഗവും ഉപവാസ പ്രാർത്ഥനയും പരസ്യയോഗവും കൺവെൻഷനും എല്ലാം കൂടെ കൂടി ഒരു സംഭവമാണെന്ന് അങ്ങ് വിശ്വസിച്ചോ. കാരണം ഏകദിന യോഗമല്ലേ, പ്രാർത്ഥിച്ചല്ലേ വന്നത്. കർത്താവ് സംസാരിക്കുന്നു. വിശ്വാസമുള്ള കരമുരുത്തി സ്വോത്രം പറഞ്ഞേ, സ്വോത്രം. യോഹന്നാൻ ഒരു യുഗത്തിന് തിരുനാളം കൊളുത്തിയ ഒരു തീജ്വാലയായിരുന്നു. പക്ഷേ അവനെ നോക്കിക്കൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, നീ വിളക്കാണ്. പക്ഷെ യേശു കുറച്ചു കഴിഞ്ഞപ്പോൾ പറയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഒരു വിളക്കണഞ്ഞുപോയി. അദ്ദേഹം നടത്തിയ നവോത്ഥാനങ്ങൾ, നവീകരണങ്ങൾ മതമേഖലയിലാണ്. മതത്തിന് വെളിയിൽ വരണ്ട, മതത്തിനുള്ളിൽ നിന്നാ മതി, അവിടെ നിന്നുകൊണ്ടുള്ള ഒരു നവീകരണം ചെയ്താൽ മതി എന്ന് യോഹന്നാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവ് മതം പൊളിച്ച് പുറത്തു വരാൻ പഠിപ്പിച്ചവനാണ്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വാക്യം വായിക്കാനിരിക്കുന്നത്. അപ്പോൾ ഇവൻ കുറച്ചു കാലം ജ്വലിച്ചു പ്രകാശിച്ചു, അവനെ തല്ലിക്കെടുത്തി ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് അയാളെ വലിച്ചെറിഞ്ഞു. യോഹന്നാൻ കത്തിയമർന്നപ്പോൾ, തീർന്നു പോയപ്പോൾ, തിരശീലയ്ക്കുള്ളിൽ മറഞ്ഞു പോയപ്പോൾ ആളുകൾ ചിന്തിച്ചു, ഭരണാധികാരികൾ ചിന്തിച്ചു, മതമേഖലകളിലെ ആചാര്യന്മാർ ഇങ്ങനെ ചിന്തിച്ചു, ഇതോടുകൂടി ഈ നവോത്ഥാനവും നവീകരണം അസ്തമിച്ചു പോയെന്ന്. പക്ഷേ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കിനപ്പുറമായി കാലത്തിന്റെ കതിരവനായി ഒരുവൻ കത്തി ജ്വലിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. യോഹന്നാൻ എന്ത് പ്രസംഗിച്ച് നിർത്തിയോ, എവിടെ പ്രസംഗിച്ച് നിർത്തിയോ അവിടെ ദൈവരാജ്യത്തിന്റെ വിളംബരകനായി. ഹല്ലേലൂയ! നമ്മുടെ കരമുയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെ ആ യുഗത്തിന് പറയുന്ന പേരാണ് പുതിയ നിയമം. ഇപ്പൊ കാര്യം മനസ്സിലായോ? യോഹന്നാൻ ന്യായപ്രമാണത്തിന്റെ അവസാനം, ലൂക്കോസ് 16:16, പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ. എന്നിട്ടും മനസ്സിലാകാത്ത ജനത്തോട് യേശു ക്രിസ്തു 33.5 വയസ്സിൽ അവസാനം നടത്തുന്ന അന്ത്യത്താഴത്തിൽ തൻ്റെ മുമ്പിലെ ശിഷ്യവൃന്ദങ്ങൾ നോക്കി നിൽക്കിയ ഒരു ഗ്ലാസ് മുന്തിരിച്ചാറെടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിൻ പുതിയ നിയമം. എന്നിട്ടും മനസ്സിലാക്കാത്ത ആളുകൾക്ക് വേണ്ടി ക്രൈസ്തവ ചരിത്രത്തിൽ അഗ്രഗണ്യനായി നിലകൊള്ളുന്ന അനുഗ്രഹീത ആചാര്യൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എബ്രായ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, യേശു ക്രിസ്തു ദേഹമെന്ന തിരശ്ശീലിൽ കൂടെ നമുക്ക് വേണ്ടി ജീവനുള്ള പുതുവഴി തുറന്നു. അത് താൻ രചിക്കപ്പെടുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിന്റെ മരണസമയത്ത് ന്യായപ്രമാണത്തിന് മതിൽക്കെട്ടായി ഊർന്നുനിന്ന 2 ഇഞ്ച് കനമുള്ളതായ ആലയത്തിൽ ഒരു തിരശ്ശീല, അത് മേൽതൊട്ടി അടിവരെ കീറിയെന്നാണ് വചനത്തിൽ വായിക്കുന്നത്. അത് എന്താ മേൽതൊട്ട് അടിവരെ കീറിയെന്ന് ചിന്തിച്ചാൽ അത് തലമുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരാ തിരശ്ശീല തൂക്കിയിടാൻ അധികാരവും അനുവാദം കൊടുത്തോ അവൻ തന്നെ അതങ്ങ് ഇല്ലാതാക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്ന വാക്കിന്റെ പ്രസക്തി. ജീവനുള്ള ഒരു പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു തന്നു. ഇതെന്റെ രക്തത്തിൻ പുതിയ നിയമമെന്ന് യേശു ക്രിസ്തു അവകാശവാദം ഉന്നയിച്ച ആ കാര്യത്തിന്റെ സാക്ഷാൽ പൂർത്തീകരണം അങ്ങനെ സംഭവിക്കപ്പെട്ടു. പഴയ നിയമം തകർന്നടിഞ്ഞു, മതം ഇല്ലാതായി, മാർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടു. യേശു പറഞ്ഞില്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന്, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ലെന്ന്. എബ്രായ ലേഖനത്തിൽ കൂടെ പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങൾക്ക് കൃപ ലഭിക്കേണ്ടതിന് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ അവൻ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. ഇതാണ് പുതിയ നിയമം. ഇന്ന് ദൈവവും മനുഷ്യനും തമ്മിൽ അടിമയുടമ വ്യവസ്ഥയല്ല, അഡോണായി അല്ല, യജമാനനെ എന്നല്ല, മറിച്ച് അപ്പാ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അപ്പച്ച എന്നാ വിളിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ആ ഭാഗ്യം ലഭിക്കപ്പെട്ട ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ആ ഭാഗ്യം ലഭിക്കപ്പെടാത്തവരെ ആ ഭാഗ്യ പദവിയിലേക്ക് ക്ഷണിക്കുന്നതാണ് സുവിശേഷ യോഗം എന്ന് പറയുന്നത്. അതിനുവേണ്ടി തെളിയിക്കാൻ, അതിൻ്റെ ആധാരമായി, അതിൻ്റെ വിശദീകരണത്തിന് വേണ്ടി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഞാനിങ്ങനെ പറയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം അതെങ്ങനെയാണ്? ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട അതേ കാര്യം ഇത് കേൾക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ടതിന് ആ വാക്യം ഞങ്ങളിങ്ങനെ ഉച്ചഭാഷയിൽ കൂടെ പറയുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം കൊടുത്തു. നമ്മുടെ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമോ? എന്തിനാ ഇത് ഉയർത്തിപ്പിടിച്ചത് നിങ്ങൾക്കറിയാമോ? അകന്നു പോയിരുന്ന നമ്മെ ദൈവമക്കളാക്കി തീർക്കാൻ ദൈവം കാണിച്ച കരുണയ്ക്ക് വേണ്ടി. മതങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട, വിവിധ രാഷ്ട്രീയ പ്രത്യാശാസ്ത്രങ്ങളിൽ ജീവിച്ചിരുന്ന, വിവിധ സ്വഭാവ ദൂഷ്യങ്ങൾക്ക് അടിമപ്പെട്ടിരുന്ന, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതെ മനോധർമ്മങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്ന നമ്മെ അവിടുത്തെ പുത്രിപുത്രന്മാരാക്കി തീർത്തതോർത്ത് നമ്മുടെ കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹത്തെ സാക്ഷ്യമാക്കി കോരിത്തോട് ദേശത്തോട് ഞങ്ങൾ പറയുന്നു. വാഹനത്തിലും വഴിയോരങ്ങളിലും വീട്ടുവാതിൽക്കലുമൊക്കെ ഇരിക്കുന്ന ആളുകളോട് ഞങ്ങൾ പറയുന്നു, ഈ ദൈവിക ബന്ധത്തിലേക്ക്, ദൈവത്തിന്റെ പുത്രനും പുത്രി എന്നതായിരിക്കുന്ന അവകാശത്തിലേക്ക് ഇന്ന് രാത്രി യേശു ക്രിസ്തു തന്റെ സുവിശേഷത്തിൽ കൂടെ താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. അധ്വാനിക്കുകയും ഭാരമക്കളായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ,
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞാൻ നിങ്ങളെ കൈക്കൊള്ളാമെന്ന് അരുളി ചെയ്ത നല്ല കർത്താവ്. അപ്പോൾ ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ എന്ന് പറയുന്നത് അനുഗ്രഹീതനായ ദൈവവൃത്തിനാണ്. ആരാണ് യോഹന്നാൻ? യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ, ദൈവരാജ്യത്തിൻ്റെ വിളംബര വേലകളിലൊക്കെ സജീവമായി കൂടെ നിന്നൊരു 12 പേരുണ്ടായിരുന്നു. ആ 12 പേരൊക്കെ ഇവിടുത്തെ ഏതെങ്കിലും പ്രസിദ്ധരായിരിക്കുന്ന ആളുകളെ പോലെയുള്ള സമൂഹത്തിലോ അവരുടെ കുടുംബത്തിൽ പോലും വലിയ പ്രാധാന്യത ഉണ്ടായിരുന്ന ആളുകളൊന്നുമല്ല. സാധാരണക്കാരായ ചില ആളുകൾ മാത്രമായിരുന്നു അവരൊക്കെ. പത്രോസിനെയൊക്കെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കിയാൽ എത്രയോ ദുരന്തം പിടിച്ച ജീവിതത്തിന്റെ ഉടമകളായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പറയാൻ കാരണം അവരുടെ ജീവിത അനുഭവത്തെക്കുറിച്ച് ലൂക്കോസ് പറയുന്നത് ഇങ്ങനെയാണ്: വിദ്യാഭ്യാസമില്ലാത്തവരാണ്, സാമാന്യ ജനമാണ്, പക്ഷെ എല്ലാം അവരൊക്കെ ചരിത്രത്തിന് നെടും തൂണുകളായി തീർന്നു. അവരെല്ലാം ചരിത്രത്തിന്റെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി തീർന്നു. എന്താണ് അതിന് കാരണം? ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അവർക്കുണ്ടായതുകൊണ്ട്. അങ്ങനെ യേശുവിനൊപ്പം നിരന്തരമായി നടന്ന, നിഴലും നിറവുമായി കൂടിയിരുന്ന ശിഷ്യവൃന്ദങ്ങളിൽ ഒരുവനായിരുന്നു, ഉള്ളവരിലെല്ലാം ഏറ്റവും ഇളവനായിരിക്കുന്ന യോഹന്നാൻ. യോഹന്നാനെ സംബന്ധിച്ച് യേശുവുമായിട്ടുള്ള ബന്ധം 2 വിധത്തിലാണ്. ഒന്ന്, അമ്മയുടെ ചേടത്തിയുടെ മകനാണ് യേശു കർത്താവ് യോഹന്നാനോടുള്ള ബന്ധത്തിൽ. രണ്ടാമത്തെ കാര്യം, മിശിഹയും അല്ലെങ്കിൽ മിശിഹ വിശ്വാസത്തിലുള്ള വിശ്വാസി എന്ന നിലയിൽ നിന്നുകൊണ്ടുള്ള ഒരു ദൈവിക ബന്ധം. യോഹന്നാൻ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സുവിശേഷവും, 3 ലേഖനവും, പിന്നെ വെളിപ്പാട് പുസ്തകവും. ഈ 5 ഗ്രന്ഥത്തിലും യേശു ക്രിസ്തുവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജഡബന്ധത്തിന് അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചരിത്രം എഴുതുമ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ചില ബിരുദന്മാരെ പോലെ അവസരമില്ലേലും എന്ത് ചെയ്യും, കുത്തിത്തിരികി കയറി വന്ന് ഒരു ഇടപാട് നടത്തുന്ന ചില ബിരുദന്മാരെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തോ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപാടുകളൊക്കെയാണ്. ദൈവം ഉപയോഗിക്കേണ്ട സമയത്ത് അങ്ങ് ഉപയോഗിച്ചോളൂ. അതിൻ്റെ ഇടയിലോട്ട് വലിഞ്ഞു കയറി വന്ന് അത് അറമ്പാക്കാനായിട്ടൊന്നും ശ്രമിക്കാൻ നിൽക്കരുത്. ദൈവം ഓരോരുത്തരെ ഓരോന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഏൽപ്പിച്ചതേ ഓരോരുത്തർ ചെയ്യാൻ പാടുള്ളൂ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? വൈറലാകണമെന്നുണ്ടെങ്കിൽ വേറെ വഴികൾ വേറെയുണ്ട്. അത്തരത്തിലുള്ള വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പോയാൽ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ പറ്റത്തുമില്ല. വേണേ തലേ കൈവച്ച് ആലോചന പറയാം ഈ യോഗം കഴിയുമ്പോൾ. കരമ ഇന്നൊരുത്തി കർത്താവിന് സ്വോത്രം പറഞ്ഞ്. അപ്പൊ യോഹന്നാൻ അങ്ങനെയുള്ള ഒരു നെറുകെട്ട മനുഷ്യനൊന്നുമല്ല. അദ്ദേഹം എന്ത് ചെയ്തു? ചരിത്രം എഴുതുമ്പോൾ ഒരിക്കലും അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചേട്ടനായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല ഇങ്ങ് എഴുതിയത്. അയാളുടെ പേര് പോലും എഴുതി ചേർത്തില്ല. മറ്റേ ശിഷ്യൻ എന്നൊക്കെയാണ് എഴുതി ചേർക്കുന്നത്. എന്ന് പറഞ്ഞാൽ താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നവനാണ് ദൈവം എന്നൊരു സന്ദേശം അവിടെയുണ്ട്. രണ്ടാമത്തെ കാര്യം, യോഹന്നാനെ സംബന്ധിച്ച് യേശു ക്രിസ്തു തൻ്റെ ചേട്ടനായിട്ട് കാണാനല്ല അദ്ദേഹം അവിടെ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം എന്താണെന്നറിയാമോ? ഈ കെയറോഫ് തമ്മിലുള്ള ബന്ധം, ഈ കെയറോഫിൽ കൂടെ ഉള്ളതായിരിക്കുന്ന കാര്യമൊന്നും ദൈവരാജ്യത്തിൽ എത്താനുള്ളതായ സാധ്യതകളല്ല എന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം, കെയറോഫ് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിനൊരു മുഖാന്തരമല്ല. സ്വോത്രം മനസ്സിലായോ? വീട്ടിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് കരുതി, അവരാത്മീയരാണെന്ന് കരുതി ബാക്കിയുള്ളവർ അവരുടെ നിഴലിൽ അങ്ങോട്ടേക്ക് പോകാമെന്നാ നോക്കുന്നതെങ്കിൽ എത്തില്ല കുഞ്ഞെ, പോവില്ല. കെയറോഫിൽ പോകാൻ പറ്റാത്ത ഒരിടമുണ്ടെങ്കിൽ അത് സ്വർഗം മാത്രമാണ്. സ്വോത്രം. യോഹന്നാൻ അറിയ യേശുവിന്റെ കെയറോഫ് പിടിച്ചുകൊണ്ട് അവകാശവാദമൊന്നും ഉന്നയിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. അദ്ദേഹത്തിന് ആഗ്രഹം എപ്പോഴും യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുക എന്ന് മാത്രമാണ്. ഇന്ന് രാത്രി ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങൾക്കൊരു മീഡിയേറ്ററുമില്ല, ഞങ്ങൾക്കൊരു മധ്യസ്ഥനുമില്ല, ഞങ്ങൾ ആരുടെ കെയറോഫും പറയുന്നില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ? യേശു നെഞ്ചി കൈവച്ചിട്ട് മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു, എന്നിൽ കൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ ആരും എത്തുകയില്ല, എന്നിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുകയുമില്ല. സ്വോത്രം പറ. ഇന്ന് രാത്രി വിശ്വാസികളൊരു ചോദ്യം, നീ കർത്താവിലാണോ വസിച്ചിട്ടുള്ളത്? കർത്താവാണോ നിന്റെ കെയറോഫ്? കർത്താവിന്റെ കരത്തിലാണോ നീ പുഴുകെ പിടിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ നിന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ അവഗണിച്ചു, എന്നെ തിരസ്കരിച്ചു, എന്നെ മാറ്റി നിർത്തി, എന്നോട് യാതൊരു മനോഭാവവും അംഗീകാരങ്ങളും ആരും കാണിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ നെടുവീർപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ മനസ്സിന്റെ അകത്തളങ്ങളിൽ വജ്രത്തിന്റെ മുന കൊണ്ടെന്ന പോലെ ഈ ദൂത് എഴുതിയിട്ടോ, നീ താഴ്മയുള്ളവനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ ഒന്നാമനാക്കി തീർക്കുന്ന ഒരു ദൈവം, താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്ന ദൈവം, മുമ്പന്മാരും മുമ്പന്മാരും ആക്കുന്ന ഒരു നല്ല കർത്താവ് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുള്ളതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്ര നേരം ഞാൻ നോൺ സ്റ്റോപ്പായിട്ടല്ല പറഞ്ഞു. ഈ ശബ്ദം നിങ്ങൾക്ക് ചെവിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഈ ശാന്തമായിട്ട് പറയാം, പെട്ടെന്ന് നിർത്താം. യോഹന്നാൻ യേശുക്രിസ്തുവിനെ തൻ്റെ രചനയിൽ കൂടെ അവതരിപ്പിക്കുന്ന ദൈവപുത്രനായിട്ടാണ്.
ദൈവപുത്രനായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രചനയാണ് യോഹന്നാൻ്റെ സുവിശേഷം. 21 അധ്യായം ആ പുസ്തകത്തിനുണ്ട്. ഓരോ അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ വിവിധ നിലകളിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൽ 1-ാം അധ്യായത്തിൽ ഒരു വാക്യമാണ് 1:12. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തു എന്ന് താൻ കൃത്യമായി സൂചിപ്പിക്കുന്നു. 1-ാം അധ്യായത്തിൽ കൂടെ നമുക്കൊരു യാത്ര ചെയ്യാം. പെട്ടെന്ന് ചില മിനിറ്റുകൾ, ഏതാനും ചില സെക്കൻഡുകൾ മാത്രം. 1-ാം അധ്യായത്തിലെ ആദ്യത്തെ വിഷയം പൗരാണികനായ ക്രിസ്തുവാണ്. എന്ന് പറഞ്ഞാൽ ആദിയിൽ തന്നെ ദൈവമായിരുന്ന കർത്താവ്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ദൈവമായി തീർന്നതല്ല, ദൈവമായിരുന്നവനാണ്. സ്വതന്ത്രം പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രിസ്തു ഒരിക്കലും ദൈവമായതല്ല, അവൻ ദൈവമായിരുന്നവനാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവത്തിൻ്റെ അവതാരത്തെക്കുറിച്ചാണ് പിന്നീടുള്ള ഭാഗങ്ങൾ വായിക്കുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിൽ പൗരാണികനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നു. ആദിയിൽ ഉണ്ടായിരുന്നവൻ, അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നവൻ. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ആ ചരിത്രമായിട്ട് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം യേശു ക്രിസ്തുവിൻ്റെ പാരമ്പര്യം, അതുമായി ബന്ധപ്പെട്ട അവൻ്റെ ജനനം, അവൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനല്ല ഈ യോഹന്നാൻ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്, മറിച്ച് അവൻ്റെ ദൈവാധിപത്യത്തിൻ്റെ വിശദീകരണത്തോടു കൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ജനിച്ച യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല. ആദിയെങ്കിൽ തന്നെ ദൈവമായിരുന്നവനെ കുറിച്ച് ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളൂ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവൻ ആദിയെങ്കിൽ തന്നെ ദൈവമായിരുന്നു. അവൻ ആദിയും ആയിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനൊരു ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. വലിയവനായ ദൈവം, അനാദിയായും ശാശ്വതമായിരുന്ന ദൈവം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് പതിച്ചതോർത്ത്, വന്ന് വസിച്ചതോർത്ത്, അത് നിമിത്തം നാം ദൈവത്തിൻ്റെ മക്കളായതോർത്ത് എത്രയധികം ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവരാകണം. അപ്പോൾ 1-ാം അധ്യായത്തിന് 1-ാമത്തെ വിഷയം പൗരാണികനായ ക്രിസ്തു. 2-ാമത്തെ വിഷയം ലോക സൃഷ്ടി. എങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായത്, ഈ കാണുന്നതൊക്കെ എങ്ങനെയുണ്ടായി? യോഹന്നാൻ പറയുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, എല്ലാം അവൻ നിമിത്തം ഉളവായി. സൃഷ്ടാവായ ദൈവം, സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെയാണ് താൻ അവിടെ അവതരിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ്. ഒരു ഉദാഹരണം യോഹന്നാൻ വെളിപ്പെടുത്തുന്നു, ചൂണ്ടിക്കാണിക്കാം. ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് അടുത്ത സ്നേഹിതനായിരുന്നു. വീട്ടിൽ പോകും, പാർക്കും, തിന്നും, കുടിക്കും, കിടക്കും. അങ്ങനെ നിരന്തരമായ ബേഥനിയയിലൊരു ബന്ധം. 2 സഹോദരിമാരുണ്ട്, മാന്യ സ്ത്രീകൾ. മറിയ യേശു വന്ന ഉടനെ തന്നെ നല്ല അംശം തിരഞ്ഞെടുക്കും, പാദത്തിൽ ചേർന്നിരിക്കും. മാർത്ത വെച്ച് വിളമ്പി കൊടുക്കും. ഇതെല്ലാം സാധാരണപ്പെട്ട സംഭവമാണ്. പക്ഷേ ആ മനുഷ്യൻ പെട്ടെന്ന് സുപ്രഭാതത്തിൽ മരിച്ചു. അയാൾ മരിച്ച വിവരം അറിഞ്ഞിട്ടും കർത്താവ് ഓടിയെത്തുന്നില്ല. അത് അടക്കിന് പോലും വരുന്നില്ല, ദീനമായി കിടന്നിട്ട് വരുന്നില്ല. 3 ദിവസം കഴിഞ്ഞ് ശരീരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മാംസത്തുണ്ടുകൾ അടർന്ന് ചീഞ്ഞഴുകി മണ്ണിനോട് നിവദിക്കുന്നതായ സമയത്ത്, നാറ്റം വമിക്കുന്ന നിമിഷത്തിൽ കർത്താവ് അവരുടെ അടുക്കിലെത്തുകയാണ്. ആ വന്ന ഉടനെ തന്നെ ആർത്തട്ടഹസിച്ചുകൊണ്ട് അവരുടെ എല്ലാ ആവലാദികളും പറഞ്ഞുകൊണ്ട് സഹോദരിമാർ മുമ്പോട്ട് വരുമ്പോൾ യേശു അവരോട് പറയുന്ന ഒരു ഒറ്റ കാര്യം, വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നു. അപ്പോൾ അവർ തെറ്റായ ചില കാര്യങ്ങൾ പറയുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഒടുക്കത്തെ നാളിൽ ഞങ്ങളുടെ സഹോദരൻ ഉയർത്തെഴുന്നേക്കും. യേശു പറയുക, അല്ല, ഒടുക്കത്തെ നാളിലല്ല, ഇപ്പോൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനുമെന്ന്. എന്നിട്ട് അവിടെ നിൽക്കുന്ന ആളുകളോട് പറയുകയാണ്, അവനെ വെച്ചത് എവിടെയാണ്? അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ കല്ലിൻ്റെ മുമ്പിൽ വന്നിട്ട് കല്ല് മാറ്റിവിടെന്ന് പറയുന്നു. അവിടെ നിന്നുകൊണ്ട് സൃഷ്ടാവായ ദൈവം, യേശുവാകുന്ന മനുഷ്യത്വത്തിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആധികാരികത വെളിപ്പെടുത്തുകയാണ്. ആ ഉൽപ്പത്തി 1 പറഞ്ഞതുപോലെ, ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉളവാ എന്ന് വായിക്കുന്നത് പോലെ അവൻ അരുളി ചെയ്തത് സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അത് സ്ഥാപിതമായെന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ കല്ലറയ്ക്കുള്ളിലേക്ക് ചീഞ്ഞഴുകിയ അസ്ഥിപഞ്ജരങ്ങൾ നോക്കിയിട്ട് ഒറ്റ വിളി, ലാസറേ നീ പുറത്തു വരിക. ആ വിളി കേട്ട മാത്രയിൽ പാതാള പരദീസിൽ വിശ്രമിക്കുന്ന അബ്രഹാമിനെ മടിത്തട്ടെന്ന് പറയുന്ന കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന അസ്ഥിപഞ്ജരങ്ങളിലേക്ക് വന്നിട്ട് ജീവനുള്ളവനായി എഴുന്നേറ്റ് വന്നെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തോടൊരു ദൂത് പറയുകയാണ്, പിടിച്ചു കെട്ടി കല്ലറയ്ക്കുള്ളിലാക്കി ഇനി ഉയർത്തെഴുന്നേൽക്കുകയില്ല, മടങ്ങി വരികയില്ല, ഇവനിനി നന്നാകില്ല, ഈ കുടുംബത്തെക്കുറിച്ച് ഇനി പ്രതീക്ഷിക്കേണ്ട, അവരെ ഇനി നോക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിധി എഴുതി തള്ളിക്കളഞ്ഞതായിരിക്കും ആളുകളെ ഇന്ന് രാത്രി പുനർജീവിപ്പിക്കാൻ കരുത്തുള്ള കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? പാഴും ശൂന്യമായിരിക്കുന്ന പ്രകൃതിന് മേൽ പരിവർത്തിച്ച കർത്താവ് ഇന്ന് രാത്രി കുടുംബങ്ങളുടെ മേൽ പരിവർത്തിക്കേണ്ടതിന് സ്തോത്രം. യോബിസ് മാസ്റ്ററെ സമയം ഒന്ന് പറഞ്ഞു. എനിക്ക് പ്രസംഗിക്കാൻ കൊതിയുള്ള ആളല്ല. പറഞ്ഞോ, സമയം പറഞ്ഞു. എപ്പോഴാണ്?
എപ്പോഴാണ് നിർത്തണ്ടേ? 9 മണി. പറഞ്ഞോ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ, അതൊന്നും കുഴപ്പമില്ല. ഇത് എൻ്റെയും കൂടെ യോഗ. 9 ആണോ? ഇന്ന് 8:45 നിർത്താം. ഓക്കെ. 9 എനിക്ക് തന്നു, ഞാൻ 8:45 കൊണ്ടുവന്നു. 3 തരം. നമ്മുടെ കാര്യം വരുത്തി കർത്താവിന് ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഓക്കെ. അപ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ പൗരാണികത്വത്തെക്കുറിച്ച്, സൃഷ്ടിപ്പ് എന്ന് പറയുന്ന ആധികാരികതയെക്കുറിച്ച്, ദൈവാധിപത്യത്തെക്കുറിച്ച്, പിന്നീട് പറയുന്നത് സ്വതന്ത്ര ന്യായപ്രമാണവും കൃപയെന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നു. അതിനുവേണ്ടി മോശ, നിക്കോദീമോസ്, അപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ തുടങ്ങിയ കഥാപാത്രങ്ങളെയൊക്കെ ഈ യോഹന്നാൻ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ന്യായപ്രമാണം എന്ന് പറയുന്നത് മതവ്യവസ്ഥയാണ്. എന്നാൽ മതം മനുഷ്യനെ രക്ഷിക്കുന്നില്ല. അതിൻ്റെ തെളിവായിട്ടാണ് 5-ാം അധ്യായത്തിലെ ബെഥേസ്ദ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യൻ്റെ ജീവിതം, ശമരിയാക്കാരിയുടെ ചരിത്രം, അതുപോലെ തന്നെ വേശ്യാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീയുടെ വിമോചനം. ഇതെല്ലാം മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോശയെ മുമ്പോട്ട് കൊണ്ടുവരുന്നത് അദ്ദേഹം മതത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവാണ്. മോശ മുഖാന്തരം നമുക്ക് ന്യായപ്രമാണം കിട്ടി. ന്യായപ്രമാണം എന്ത് മനുഷ്യന് സമ്മാനിച്ചു? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അടിക്കടി, തെറിക്ക് തെറി. എന്ത് കിട്ടുന്നു അത് തിരിച്ചു കൊടുക്കുക. അതാണ് മതവ്യവസ്ഥ. ശരിയല്ലേ? മതം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. ഞങ്ങളെ തൊട്ടവനെ ഞങ്ങൾ വെച്ചേക്കില്ല. നമുക്ക് ആ പരിപാടി ഉണ്ടോ? എന്താ കാര്യം? നമ്മളങ്ങ് നിന്ന് കൊള്ളുവല്ലേ. അതിന് കാരണം എന്നാ? നമ്മൾ മതത്തിൻ്റെ ആളുകളല്ല, മാർഗത്തിൻ്റെ ആളുകളായതുകൊണ്ട് ഞങ്ങളുടെ ആളുകളുടെ വായിലേക്ക് തോക്കും കൂടി കുത്തിയിറക്കിയിട്ട് ഈ കാഞ്ചി പിടിച്ച് വലിച്ചുമ്പോൾ പുറത്തോട്ട് വരുന്ന വെടിയുണ്ട ഞങ്ങളുടെ ശരീരത്തെ അരിപ്പകളാക്കി ചീറ്റി ഒഴുകുന്ന ചോര കണ്ടാലും ഞങ്ങളുടെ വീട്ടുകാരും കേസ് കൊടുക്കാൻ പോകില്ല. ഞങ്ങളുടെ കൂട്ടരാരും ഇവിടെ ഇറങ്ങി സമരങ്ങൾ ഉണ്ടാക്കില്ല. നിങ്ങളുടെ ആരുടെയും വീടും കത്തിക്കത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? ഈ പ്രമാണം ഞങ്ങളെ അനുവദിക്കുന്നില്ല. പക്ഷെ വേറൊരു കാര്യം സംഭവിക്കും. ഞങ്ങളുടെ നെഞ്ചും കൂടി തുറന്നുകൊണ്ട് പടർന്നു പന്തലിച്ച ചോരയുണ്ടല്ലോ, അത് ഈ മണ്ണിൽ പടർന്നു പന്തലിച്ച് ഉണങ്ങി തീരും മുമ്പ് ആ ചോരച്ചാലി ചവിട്ടിക്കൊണ്ട് അടുത്ത തലമുറ കാലത്തിന്റെ ചുവരിൽ എഴുതി വെക്കും, മറ്റൊരുത്തനിന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്കിടയിൽ യേശുവല്ലാതെ മറ്റു നാമമില്ലെന്ന്. അതാണ് മാർഗത്തിന്റെ പ്രത്യേകത. സ്തോത്രം. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ന്യായപ്രമാണം മതം മോശ മുഖാന്തരം വന്നു, പക്ഷെ യേശു മുഖാന്തരം കൃപയും സത്യവും വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ. കൃപ. ആ കൃപ എന്താണെന്ന് തെളിയിക്കുകയാണ് കർത്താവ്. 8-ാം അധ്യായത്തിൽ ഒരു വേശ്യാപ്രവർത്തനത്തിൽ പിടിക്കപ്പെട്ടതായി സ്ത്രീയെ മതത്തിന്റെ ചില ആളുകൾ, കൊച്ചുവിച്ചടക്കമുള്ള ആളുകൾ, ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ആരാധനയ്ക്ക് വന്നിട്ടുണ്ടല്ലോ, അന്നും ഉണ്ടായിരുന്നു കുറെ കൊച്ചുകൾ കയ്യിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കൂർത്തുമൂർത്ത കല്ലുകൾ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. വാരി എറിഞ്ഞു കഴിഞ്ഞാൽ തല പിളർക്കും, നെഞ്ചു പിളർക്കും, വയറ് പിളർക്കും, കുടൽമാലയും തലച്ചോറും പുറത്തു വരും. അവർ രക്തക്കട്ടകളായി അവിടെ തീരും. ഇവിടുത്തെ ചാവാലി പട്ടികളും കഴുകന്മാരും ഒക്കെ കൊത്തിക്കൊണ്ടു പോകുന്ന മാംസത്തുണ്ടങ്ങളായി തീരും. അങ്ങനെ ഗതികെട്ട സാഹചര്യത്തിലേക്ക് മതാചാര വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഒരു കൂട്ടം ആളുകൾ വേശ്യാപ്രവർത്തനത്തിൽ പിടിച്ചുകൊണ്ടുവന്നൊരു സ്ത്രീയെ കൊണ്ട് യേശുവിന് മുമ്പിൽ നിർത്തിയിട്ട് അവസാനത്തെ ജഡ്ജ്മെന്റ്, ഇവളെ എന്ത് ചെയ്യണം? എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്, കാതുകൂർപ്പിച്ച് കല്ലെറിയട്ടെ. ആ വാക്ക് കേട്ടാൽ ലാലിപ്പഴം പെയ്തിറങ്ങുന്നത് പോലെ കൽമഴ അവളുടെ ശരീരത്തിൽ വന്നു പതിക്കും. പക്ഷേ യേശു നിലത്ത് കുരിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ട് മൗനമായി അവരോട് ശാന്തമായി പറഞ്ഞൊരു കാര്യം, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ആ വാക്ക് കേട്ടതായിരിക്കുന്ന മുതിർന്നവർ മടങ്ങിപ്പോയെന്നല്ല, വന്ന കുഞ്ഞുങ്ങളടക്കം മടങ്ങിപ്പോയി. എന്താ അതിന് കാര്യം? പൗലോസ് പറയുകയാണ്, ഇവിടെ നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇപ്പോൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞു മുതൽ മരണത്തിന് വേണ്ടി കാല് നീട്ടിയിരിക്കുന്ന അപ്പൂപ്പൻ വരെ പാപത്തിൽ പിടിക്കപ്പെട്ടവനാണ്, പാപത്തിന്റെ ദംശനമേറ്റപ്പെട്ടവനാണ്. ആ പാപത്തെ പരിഹരിക്കാനാണ് യേശു ഭൂതലത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. മനുഷ്യൻ കണ്ടുപിടിച്ച മതം പാപം ചെയ്ത വ്യക്തിയെ മരണത്തിന് വിധിക്കാൻ കൽപ്പിക്കുമ്പോൾ യേശു പാപം ചെയ്ത മനുഷ്യനെ അവൻ്റെതായിരിക്കുന്ന വിടുതലിന് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നു. സ്തോത്രം. ഞാനൊക്കെ ചെയ്തു കൂട്ടിയ പാപം ചെയ്തു നോക്കിയാൽ എത്ര പ്രാവശ്യം തൂക്കിക്കൊല്ലണം, കുത്തിക്കൊല്ലണം, ജയിലിനുള്ളിലിടണമെന്നൊന്നും എനിക്ക് പോലും അറിയത്തില്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മറവിൽ വാഹനത്തിനും വസ്ത്രത്തിനുള്ളിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇൻക്ലാബെന്നും സിന്ദാബെന്നും ഒക്കെ പറഞ്ഞ് ഇതാണ് മാനവികത എന്ന് പറഞ്ഞുകൊണ്ട് രക്തത്തിന്റെ ചവർപ്പും ചുവപ്പും ചൂരും ചൂടുമുള്ള അനുഭവത്തിൽ കൂടെ പോയിരുന്ന കൗമാര്യ യൗവന കാലഘട്ടത്തിന്റെ അനുഭവത്തിൽ നിന്നും
ക്രിസ്തുവിന്റെ വിളംബരകനായി മാറിയതിന്റെ പിന്നിൽ മതം വിട്ട് പുറത്തു വന്നതുകൊണ്ടാണ്, പ്രമാണം വിട്ട് പുറത്തു വന്നതുകൊണ്ടാണ്, ക്രിസ്തുവിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിച്ചത് കൊണ്ടാണ്. സ്വത്രം. എന്താ വെച്ചാൽ നമുക്ക് വല്ലതും പറയാനുണ്ടോ? എന്തെങ്കിലും പുകഴാനുണ്ടോ? ആമേ, പാരമ്പര്യത്തിലോ പണത്തിലോ അധികാരത്തിലോ വിദ്യാഭ്യാസത്തിലോ സൗന്ദര്യത്തിലോ തലയെടുപ്പിലോ ഒന്നുമില്ല. കൃപയല്ലാതൊന്നുമില്ലപ്പാ. അങ്ങനെ വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി പിടിച്ചു പറ, നിന്റെ കൃപ മതി, നിന്റെ കൃപ മതി, നിന്റെ കൃപ മതി, നിന്റെ കൃപ മതി എന്ന് ഉറക്കെ പറ. ആ കൃപയ്ക്ക് മേൽ വെളിപ്പെടുത്തി നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഗ്രാമത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്നേഹിത, നിന്റെ കുടുംബത്തെ കൃപ നിമിത്തം രക്ഷിക്കാൻ താല്പര്യപ്പെട്ട് കൈനീട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു ആ രക്ഷയുടെ ദിവസം. കൃപയുടെ കവാടം നിനക്ക് മുമ്പിൽ അവൻ തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷെ ഓർക്കൂ, ഇത് എന്നേക്കും തുറക്കപ്പെട്ട് കിടക്കുകയില്ല. ഇതാ ഈ കവാടം അടയാൻ സമയമായി, കൃപയുടെ വാതിൽ അടയാൻ സമയമായി, ന്യായവിധിയുടെ വെൺമഴുവുമായി ഈ ദൈവം എഴുന്നേൽക്കാൻ സമയമായി. സ്നേഹവാനായ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുഖം കാണാനുള്ള സമയം സമാഗതമായി. അവൻ പാപികളെ രക്ഷിപ്പാൻ 2025 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്നെങ്കിൽ ഇനി അവൻ പാപം കൂടാതെ നിൽക്കുന്നവരെ രക്ഷിപ്പാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ അല്ലാത്തവർക്ക് ന്യായവിധി എന്നതൊരു സത്യമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ സ്നേഹിത, നിന്റെ ഏതൊരവസ്ഥകൾ കൊണ്ടും ആ ന്യായവിധി തെറ്റിയിഴാൻ കഴിയില്ലാത്തത് കൊണ്ട് മരിച്ചതിന് ശേഷമല്ല, മരിക്കും മുമ്പ് ഇന്ന് രാത്രി യേശുവിനെ അറിയുവാൻ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. കൃപയും സത്യവും, മതവും കൃപയും. വിശദീകരണം വേറെയുണ്ട്. നിക്കോദീമോസ് മതത്തിന്റെ പ്രമാണി, പക്ഷേ അദ്ദേഹത്തിനുള്ളിൽ ഒരു ഉൾവിളി, ഇവനല്ലേ മിശിഹ. ആ മിശിഹായിത്തത്തെ മനസ്സിലാക്കി അവൻ വന്ന് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം, എങ്ങനെ സ്വർഗത്തിൽ പോകും? യേശു ഉറക്കെ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം ഞാനിവിടെ പറയുന്നില്ല. യേശു പറഞ്ഞത് പറയാം, പക്ഷെ ലോകം പറയുന്നത് ഞാനിവിടെ പറയുന്നില്ല. എനിക്ക് മനസ്സിലായ നിങ്ങൾ പലരും ഇങ്ങനെ പേടിച്ചൊക്കെ ആയിരിക്കുന്നതാണ്. എനിക്കറിയാം, നമുക്ക് ഈ 4 ഭിത്തിക്കകത്തുള്ള ഒച്ചപ്പാടൊക്കെ പറ്റുള്ളന്നേ. മക്കളില്ല പാസ്റ്ററെ, ഭാര്യയുണ്ട്, പ്രായ അമ്മയുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കേണ്ടതെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ഓക്കെ, നമുക്ക് ജീവിക്കാം, സത്യമൊന്നും നമ്മൾ പറയണ്ട തുറന്ന്. അപ്പോൾ യെഹെസ്കേൽ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ മരിക്കുകയും അവൻ്റെ രക്തം നീതിമാനായി എന്നോട് ചോദിക്കുകയും ചെയ്യും. സഹോദരം, അപ്പോഴെന്താകുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എങ്ങനെയാ പാട്ട്? ജീവിതം മാത്രം. എങ്ങനെ? ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും, ആരെതിർത്തെന്നാലും ഒന്നിച്ച്. വന്യപ്രദൻ്റെ പാട്ടാ, വളരെ ഫേമസ് ആണ്, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു പാട്ടാണ്. സഹോദരൻ, ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് യേശുവിന് വേണ്ടിയാകണം. സത്യം തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിക്കുന്നവരാകണം. യേശു എന്താ അവിടെ പറഞ്ഞത്? നിക്കോദീമോസിനോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ മതത്തിന്റെ പ്രമാണിയാണെന്ന് എനിക്കറിയാം, സന്നിധിയും സംഘത്തിൽ അംഗമാണെന്ന് എനിക്കറിയാം, നീ ഓർത്തഡോക്സ് യഹൂദനാണെന്ന് എനിക്കറിയാം, മതവും അധികാരങ്ങളുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ കുഞ്ഞേ, സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചേ മതിയാകുകയുള്ളൂ. നീ ആരായാലും വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ വചനത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് വിശുദ്ധന്മാർക്കൊപ്പം യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. സ്വതന്ത്രം. നിക്കോദീമോസിൽ കൂടെ കർത്താവ് അവതരിപ്പിച്ചു. പിന്നെ ഏറെ കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിവിടെ പറഞ്ഞങ്ങ് നിർത്തുകയാണ്. ആരെയാണ് കൈക്കൊള്ളേണ്ടത്? കൃപയും സത്യം നിറഞ്ഞവനായി ഭൂമിയിൽ വന്നവനെ കൈക്കൊള്ളണം. പൗരാണികനായ ആദിയിൽ തന്നെ ദൈവമായിരുന്നവനെ കൈക്കൊള്ളണം. ലോകത്തെ സൃഷ്ടിച്ചവനെ കൈക്കൊള്ളണം. മതങ്ങൾ മാറ്റിയിട്ട് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ സ്വന്തം ജീവിതത്തെ മരണമാക്കി തീർത്തവനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ആമേൻ. ലോകത്തിന് വെളിച്ചമായി തീർന്നവനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്നവനെ സ്വീകരിക്കണം. വീണ്ടും വരുന്നവനെ സ്വീകരിക്കണം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനപ്പെടുത്തുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവിനെ തരുന്നവനെ സ്വീകരിക്കണം. അവനെ കൈക്കൊണ്ട്
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അനുവാദം സ്വർഗത്തിലെ ദൈവം കൊടുത്തു. ആ സ്നേഹത്തിലേക്ക് ബൈബിൾ പഠനത്തിൽ കൂടെ, വായനയിൽ കൂടെ, ബൈബിളിൽ നിന്നുള്ള അറിവിൽ കൂടെ, ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ സമീപനങ്ങളിൽ കൂടെ, പ്രാർത്ഥനയിൽ കൂടെ, ദൈവം തരുന്ന വ്യക്തിപരമായിരിക്കുന്ന വെളിപ്പാടിൽ കൂടെ ആ മഹനീയമായ അനുഭവത്തിലേക്ക് ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവരെല്ലാവരും വരട്ടെ എന്ന് ആത്മാർത്ഥമായ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ സഭയ്ക്ക് സുവിശേഷീകരണ രംഗത്തിൽ സജീവമാകാനുള്ള എല്ലാ പ്രചോദനങ്ങളും ആശംസിച്ചുകൊണ്ട് വാഴൂർ സെക്ഷൻ CM-നും ഈ വാഴൂർ സെക്ഷനും എല്ലാ ദൈവദാസന്മാർക്കും എന്നെ സ്വീകരിച്ച പ്രിയപ്പെട്ടവർക്ക് ജോബിയസ് പാസ്റ്ററിനും സഭയോടുമുള്ള അകമഴിഞ്ഞ നന്ദി അറിയിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.